ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു സംരംഭകയാണ്. വെറും ഒരു സംരംഭകയല്ല, ക്വീൻസ് ബിസിനസ് ഗ്ലോബൽ വനിതാ കൂട്ടായ്മയുടെ നട്ടെല്ലായ ആ ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ശ്രീമതി സന്ധ്യ രാധാകൃഷ്ണനാണ്. സന്ധ്യയുടെ ഈ ആശയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 3000-ഓളം സംരംഭകരുള്ള 62,000 ഉപഭോക്താക്കളുള്ള ഒരു വലിയ വ്യവസായ കൂട്ടായ്മയിലാണ്. സന്ധ്യ, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. നന്ദി. ഇപ്പോൾ നിങ്ങളുടെ QBG അതിൻ്റെ 3ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമെന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ സന്ധ്യ തന്നെ നമ്മുടെ അതിഥിയായി നമ്മുടെ ലേഡീസ് ബാൻഡിൽ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ 3ാം വർഷം എത്തി നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ എനിക്കുള്ളത്, എന്താണ് നിങ്ങളുടെ വിജയരഹസ്യം എന്നുള്ളതാണ്. വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ സംരംഭക, ചെറിയ സംരംഭക എന്നുള്ള ഒരു വേർതിരിവ് ഇവിടെ ഇല്ല. എല്ലാവരും ഒരുപോലെയാണ്. പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല റവന്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ കരുതാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാർട്ടപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന ഒരു സംരംഭകരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ അധികം പരിചയമില്ലാത്ത ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ, പേഷ്യൻസ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഒരുപക്ഷെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോലും പഠിപ്പിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽ വനജാൻറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭകയുണ്ട്. പുള്ളിക്കാരിക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആൻറ്റിയൊക്കെ ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് സ്കിൽഡ് ആയത് നമ്മൾ അത്രയും പേഷ്യൻസോട് കൂടി അവരെ ട്രെയിൻ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അതാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത്. അതെ, എൻ്റെ വലിയൊരു മറ്റൊരു ആകാംക്ഷ, ഈ 3000-ഓളം സംരംഭകരെന്ന് പറയുമ്പോൾ ഒരു 3 പേരുണ്ടെങ്കിൽ തന്നെ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. സാധാരണ നമ്മളെപ്പോഴും നെഗറ്റീവ് പറയുമ്പോൾ ആദ്യം പറയുന്നത് ഇതായിരിക്കും, 3 പേർക്ക് 3 അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ 3000 സംരംഭകർ എന്ന് പറയുമ്പോൾ 3000-ഓളം പേരെന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയാണ് നമ്മളെ സംബന്ധിച്ച്. എങ്ങനെ എല്ലാവരെയും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ ഫൗണ്ടറാണ്. ഞങ്ങളുടെ കൂടെ 4 co-founders ഉണ്ട്, വിദ്യ, രേണു, ശില്പ, ബ്ലസ്സി. അപ്പോൾ ഞങ്ങൾ 5 പേരുമാണ് മാനേജ് ചെയ്തു വന്നത്. അപ്പോൾ ഇങ്ങനെ എണ്ണം കൂടി വന്നു. അതായത് 100 പേരിൽ തുടങ്ങിയിട്ട് 3 വർഷം കൊണ്ട് 2800-ൽ പരം ആളുകളെന്ന് പറയുമ്പം അതൊരു വലിയ ക്രൗഡായിട്ട് മാറിയപ്പോൾ നമ്മൾ ഇതേ സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലെ ആളുകളെ, മോഡറേറ്റേഴ്സ്, ടെക്നിക്കൽ ടീം, അങ്ങനെ ഞങ്ങൾ വേർതിരിച്ചു. അപ്പോൾ ഇവരെ ഉള്ളിലേക്ക് കയറ്റാൻ, പേഷ്യൻസോടെ ഇവരെ ഉള്ളിലേക്ക് കയറ്റാനായിട്ടൊരു ടീമുണ്ട്, ടെക്നിക്കൽ ടീം. അത് ലീഡ് ചെയ്യുന്നത് നടാശ, നീതു തുടങ്ങിയ ആളുകളാണ്, മിന്നു, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവർ ആ ആക്ടിവിറ്റി മുഴുവനും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ കൂടെ അർച്ചന, ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കി അപ്രൂവലും 2 ടീമായിട്ട് തിരിച്ചിട്ട് ഓൺ ബ്രാൻഡ് അപ്രൂവലിന് ഒരു വ്യക്തിയും അതിൻ്റെ അണ്ടറിൽ കുറച്ച് ആളുകൾ, അങ്ങനെ റീസെല്ലേഴ്സിൽ ഒരു വ്യക്തി, അതിന് അണ്ടറിൽ അങ്ങനെ പ്രിയ, നീതു, അങ്ങനെ കുറച്ചധികം ആളുകൾ ഇതേ മെൻറ്റാലിറ്റിയോട് കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മാത്രമാണ് ഇത് ലീഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഇത് റൺ ചെയ്യുമ്പോൾ ഒരുപാട് എൻ്റെതായ ബിസിനസ്സിൽ കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താ പറയുക, ട്രയൽ ആൻഡ് എറർ ആണല്ലോ. ആദ്യം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു ബോസി ആയിട്ട് ഇവരെ ലീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആളുകൾ കൂടി വന്നപ്പം നമ്മൾക്ക് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിച്ചു. നമ്മളെ സഹായിക്കാൻ കൂടുതൽ ആളുകളെ വേണം. പ്രത്യേകിച്ച് ഇവർ ഒന്നും അറിയാതെ വരുന്ന ആൾക്കാരാണ്. എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നറിയാത്ത ആളുകളാണ്. അപ്പം ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇപ്പോൾ ഇവരെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയാണ്. എങ്കിലും ഇപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് പോകുന്നു, അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കുന്നു. പിന്നെ ഞാൻ മാല വാങ്ങി, വള വാങ്ങി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരിക്കും സ്ത്രീ ശാക്തീകരണം പോസിബിൾ ആക്കി കാണിക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന ഒരു വിഭാഗം ക്രൗഡ് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ സൈബർ ബുള്ളിങ് ഒക്കെ ഈ റീസെൻ്റ് ആയിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ നെഗറ്റീവ് പീപ്പിൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആവും. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് വളരെ വ്യക്തമായ ലക്ഷ്യമാണുള്ളത്. എൻഡ് ഓഫ് ദ ഡേ കയ്യിൽ കാശ് വേണം, എങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങി നടക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ കാശ് വേണം. ഇനി കാശ് കിട്ടിയാൽ അത് സേവ് ചെയ്താലാണ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വരുന്ന സമയത്ത് നമുക്ക് അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി സമ്പാദ്യം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഹെൽത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് അല്ല എങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റ്സും ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ ആക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അത് കേൾക്കാനുള്ള സമയമില്ല, ഞങ്ങൾ തിരക്കിലാണ്. തീർച്ചയായിട്ടും ആ തിരക്ക് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഇപ്പൊ വിമർശനങ്ങളെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ കുറച്ച് വനിതകൾ മുന്നിട്ടിറങ്ങുന്നു, അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പിന്തുണ, ഒരു സപ്പോർട്ട് എത്രത്തോളമാണ്? ശരിക്കും പറഞ്ഞാല് നമ്മുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പി രാജീവ് സാറാണ്, വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാറാണ്. പിന്നെ നമ്മുടെ എല്ലാ ഇവന്റ്സും മാറി മാറി ഉദ്ഘാടനം ചെയ്യുന്ന ഇപ്പൊ അനിൽകുമാർ സാറ്, ഹൈബീഡൻ സാർ, അങ്ങനെ തുടങ്ങി പൊളിറ്റിക്കലി ഫേമസ് ആയിട്ടുള്ള അതത് സ്ഥലങ്ങളിൽ വരുന്ന, ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ എക്സ്പോ നടത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രം ആയാലും കൊച്ചി ആയാലും കാലിക്കറ്റ് ആയാലും അതത് സ്ഥലത്തെ എന്താ പറയുക നേതാക്കൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ട്. അതായത് ഇപ്പോൾ സംരംഭകർ, ഒരു വീട്, ഒരു സംരംഭം എന്ന ആശയമൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും ഇപ്പോൾ ഒരു സ്ത്രീ സംരംഭകരുടെ ഒരു ലോണിൻ്റെ കാര്യമാണെങ്കിൽ, പേഴ്സണൽ ഞാൻ എൻ്റെ കാര്യം പറയാം, ഞാൻ സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോൺ എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോൺ എടുക്കുമ്പോൾ യാതൊരു ഡോക്യുമെൻറ്റേഷനും വേണ്ട എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോൺ 10 ലക്ഷത്തിന് പോകുന്നത്. പക്ഷേ ബാങ്ക് സമ്മതിച്ചാൽ മാത്രമേ നമുക്കൊരു ലോൺ കിട്ടുള്ളൂ. നമുക്ക് എത്ര സ്കീം ഗവൺമെൻറ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ആദ്യം ബാങ്കിനോട് പോയി സംസാരിച്ച് ബാങ്ക് നമുക്ക് അപ്രൂവൽ തന്നാൽ മാത്രമാണ് ഈ വ്യാവസായിക വകുപ്പിനോ ഗവൺമെന്റിനോ എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത, സമൂഹത്തിൽ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ പോയി ഈ എന്താ പറയുക സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൊടുക്കാതെ അവർക്ക് ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ല എന്നാണ് മനസ്സിലായത്. കാരണം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും എൻ്റെ പ്രോപ്പർട്ടിയുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എനിക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചോദ്യമുണ്ട്, ഇതില്ലാത്ത സ്ത്രീകൾ എന്ത് ചെയ്യും, എവിടെ പോകും? അപ്പോൾ ഇപ്പോൾ ക്യൂൻസിൽ 2800 പേരുണ്ട്, അവർക്ക് ഫ്രീ ആയിട്ട് സെല് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇനി കുടുംബശ്രീ പോലുള്ള ഒരു ഇതിലാണെങ്കിൽ ഒരുപാട് ലോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വൃത്തിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല പൊതുവെ സമൂഹത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഉടനെ പരദൂഷണം പറയാൻ പെണ്ണുങ്ങൾ ചേരുന്ന ഒരു സ്ഥലമാണെന്നും അവർ ഒരുപാട് പ്രോജക്റ്റ്, എത്രയോ ആൾക്കാരുള്ള ഒരു പ്രസ്ഥാനമാണത്. അപ്പോഴും പുറത്തേക്ക് പോകുന്ന നെഗറ്റിവിറ്റി, അവരിപ്പോൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, അവർ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഞാൻ കുടുംബശ്രീയുടെ 25 ഇയേഴ്സിൽ ആഘോഷത്തിൻ്റെ സ്പീക്കറായിരുന്നു. അവിടെ വന്ന ക്രൗഡ് ഒരു പക്ഷേ ഒരു 100 പേര് തുടങ്ങുമ്പോൾ ഒരു 10-25 പ്രസ്ഥാനങ്ങൾ പൂട്ടിപ്പോകുന്നുണ്ടാവാം. പക്ഷേ ആ ബാക്കി പ്രസ്ഥാനങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങളെ കാണുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അപ്പോൾ ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമുക്കെല്ലാം കൊണ്ടുതരണം എന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മളിരിക്കുന്ന കംഫർട്ട് സോണിൽ ഇരുന്ന് ഇറങ്ങി നടന്ന് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കുക. പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ലാസ്റ്റ് തൃശ്ശൂർ എക്സിബിഷൻ നടത്തുന്ന സമയത്ത് അതൊരു 7-8ാമത്തെ എക്സിബിഷൻ ആയിരുന്നു. ആ എക്സിബിഷനിൽ MSMEയുടെ ഒരു ഡയറക്ടർ വന്നിട്ട് മിസ്റ്റർ പ്രകാശ് സാർ എന്നോട് വന്നിട്ട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഒരു എക്സിബിഷൻ സ്ത്രീ സംരംഭകർ കണ്ടിന്യൂസ് ആയിട്ട് 7-8 എക്സിബിഷൻ നടത്തി വന്നാൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ MSME ഓഫീസിൽ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്കീമുണ്ട് എന്ന്. സോ അതുവരെ എനിക്കത് അറിയില്ലായിരുന്നു. നമ്മൾ എത്രയോ എക്സിബിഷൻസ് നടത്തി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് സാധാരണക്കാർക്ക് എക്സിബിഷനിൽ എമൗണ്ട് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ 5000 രൂപ മാസം കിട്ടുന്ന ഒരാൾക്ക് 1500 രൂപ സ്റ്റോളിന് തരാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഈ സാധ്യതകളുണ്ട്. അതായത് ഒരുപാട് സ്കീം സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ചേരുന്ന സ്കീം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് ഇത്ര സ്കീമുകൾ ഉണ്ടായിട്ടും നമ്മളുടെ സാമ്പത്തിക നിലയ്ക്ക് അനുസരിച്ചിട്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എവിടെ പോയി ക്വസ്റ്റ്യൻ ചെയ്യണം തുടങ്ങിയ ഒരു ഗ്യാപ്പുണ്ട്. ബട്ട് സ്റ്റിൽ പണ്ടത്തെ അപേക്ഷിച്ച് ഒരു സംരംഭം തുടങ്ങാനായിട്ട് വളരെ എന്താ പറയുക, ഇപ്പോൾ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് നമുക്ക്. മൺഡേയും വെനസ്ഡേയും പഞ്ചായത്തിലാണോ നമ്മൾ കോർപ്പറേഷനിലാണോ എവിടെയാണെങ്കിലും വ്യാവസായിക വകുപ്പിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ സംരംഭം തുടങ്ങാനുള്ള സാധ്യതകൾ, ലോണുകൾ, എൻഡ് ടു എൻഡ് പ്രോസസ്സിൽ അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ. ബട്ട് സ്റ്റിൽ നമ്മൾ ഇനിയും അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. മാറ്റമുണ്ട്. പക്ഷെ നമ്മൾ ആ മാറ്റം
ചെന്ന് കണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അത് മറ്റൊരു റൂട്ടിലേക്ക് പോയി വേറെ ആരെങ്കിലും മിസ്യൂട്ടിലൈസ് ചെയ്യാതെ നമുക്ക് തന്നെ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരണമെങ്കിൽ ഈ ഇരിക്കുന്ന സ്പേസിൽ നിന്ന് എല്ലാവരും ഇറങ്ങി നടക്കണം. തീർച്ചയായിട്ടും. താങ്കളെ ഇതിലേക്ക് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പലരും ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് കൂടുതലും സ്ത്രീകളാണ് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എത്താൻ എന്താണ് വഴി? അവരുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് രീതിയിൽ അവർക്ക് സെല് ചെയ്യാം. ഒന്നുകിൽ ഒരു സ്റ്റോക്ക് ഉള്ള ഒരു ഓൺ ബ്രാൻഡ് എന്നാണ് നമ്മൾ അതിനെ പറയുക. സാധനങ്ങൾ കയ്യിൽ സ്റ്റോക്ക് എടുത്ത് വെച്ച് വിൽക്കുന്ന ആളുകളാണ് ഓൺ ബ്രാൻഡ്. പിന്നെ ഒരു വിഭാഗമുണ്ട് റീസെല്ലേഴ്സ്, അതായത് അവർക്ക് ഹാൻഡ് സ്റ്റോക്ക് ആവശ്യമില്ല, അവർ പാസിങ് ആൻഡ് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. ഈ രണ്ട് വിഭാഗത്തിലും നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ 0 കാശാണ് കയ്യിലുള്ളത്. ഓക്കെ, 0 ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ പേപ്പർ ബാഗ് ബിസിനസ്, നമ്മുടെ പ്ലാൻ ബിസിനസ്, അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ല, ഒരു സേഫർ സോണിൽ ഇരുന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റും, ഇപ്പോൾ കുറേ വീട്ടുജോലിയൊക്കെ ചെയ്യാണ്, എനിക്കെങ്കിലും എന്തെങ്കിലും ഒരു സൈഡ് ഇൻകം വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഓൺ ബ്രാൻഡ് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ പ്രോഡക്ട്സ് ഇവർക്ക് സ്റ്റേറ്റസ് ആയിട്ട് ഇട്ടിട്ട് ആ സ്റ്റേറ്റസ് കണ്ട് ഇവർക്ക് ഒരു ഓർഡർ വരികയാണെങ്കിൽ ഇവർക്ക് അതിലൊരു മാർജിൻ ഇടാം. 100 റുപ്പീസ് വല്ലതും മാർജിൻ ഇട്ടിട്ട് ഇവർ അതിന് ഉള്ള ഓർഡർ ഇവർക്ക് കൊടുക്കുമ്പോൾ ഈ ഓൺ ബ്രാൻഡുകാർ അവരുടെ അഡ്രസ്സ് വെച്ചിട്ട് അവർ അയക്കുന്നത് പോലെ അയച്ചു കൊടുക്കും കസ്റ്റമേഴ്സിന്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഒരു ഇൻകം കിട്ടും. അതിനെ നമ്മൾ റീസെല്ലേഴ്സ് എന്ന് പറയും. ഇനി നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ട്. നമ്മൾ ഏതാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് വിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓൺ ബ്രാൻഡ് എന്ന് പറയും. ഈ രണ്ട് രീതിയിലുള്ള ആളുകൾക്ക് നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് QBG ഓൺ ബ്രാൻഡ് എന്നും QBG റീസെല്ലേഴ്സ് എന്നും പറയുന്ന 2 പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കിലുള്ളത്. അതിൽ ഓൺ ബ്രാൻഡിലാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. റീസെല്ലേഴ്സ് നമ്മൾ ഈ ഒരു ഡിമാൻഡ് കൂടുതൽ കണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഓൺ ബ്രാൻഡിലായാലും റീസെല്ലേഴ്സിലായാലും ഇപ്പോൾ നമ്മളുടെ QBG ഫേസ്ബുക്ക് പേജിലേക്ക് ഇവർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എങ്ങനെ QBG സെല്ലർ ആകാം എന്നൊരു പോസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അതിലേക്ക് ഇവർ ജോയിൻ ചെയ്യും. ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു ടെക്നിക്കൽ ടീമുണ്ട്. അപ്പോൾ അവർ എല്ലാ ഫ്രൈഡേസും ആണ് ഇവരെ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ദിവസം ഇവരുടെ ഒരു ഫോട്ടോ, കയ്യിലുള്ള വിൽക്കാൻ ആഗ്രഹിക്കുന്ന സാധനത്തിൻ്റെ 3 ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ ഇവർ പോസ്റ്ററൊക്കെ ചെയ്ത് ഇവരെ ഇൻട്രോ ഇട്ട് ഫ്രൈഡേസ് ഉള്ളിലേക്ക് കയറ്റും. ഫ്രൈഡേസ് ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ഗൂഗിൾ ഫോം ഒക്കെ ഫില്ല് ചെയ്യിക്കുന്നുണ്ട്. ഏത് സംരംഭക എന്ത് സാധനമാണ് വിൽക്കുന്നത് എന്നുള്ള കൃത്യമായ ഡേറ്റ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഫുഡും കോസ്മെറ്റിക്സും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാക്കിംഗ് ലൈസൻസും FSI ലൈസൻസും, കോസ്മെറ്റിക്സ് ആണെങ്കിൽ അത് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ്. ഇനി അത് ശരിക്കും പറഞ്ഞാൽ കോസ്മെറ്റിക്സിന് ലൈസൻസ് മാൻഡേറ്ററി ആണ്. പക്ഷേ എല്ലാ ബിസിനസ്സിനും ഒരു ട്രയൽ റൺ പീരീഡ് കൊടുക്കും, അത് ഗവൺമെൻറ് ആണെങ്കിൽ കൊടുക്കും. ആ പീരീഡിനുള്ളിൽ ഇവർ സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ തന്നെ നമ്മൾ ഇവരെല്ലാവരെയും, കാരണം ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ നമ്മൾ സമ്മതിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മൺഡേ ടു തേഴ്സ്ഡേ ഇവർക്ക് ഫ്രീ ആയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ സെല് ചെയ്യാം. 1 രൂപ പോലും ഇവർ ചിലവാക്കേണ്ട കാര്യമില്ല. ഇനി ഫ്രൈഡേ സാറ്റർഡേസ് നമ്മളുടെ എക്സിബിഷൻസ് ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് ഈ ചെറുകിട സംരംഭകർ തന്നെയാണ്. അത് 500 രൂപ മുതൽ 1000 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സ്പെഷ്യൽ സെല്ലിങ് നമ്മൾ കൊടുക്കാറുണ്ട്, അവരെ നമ്മൾ കൂടുതൽ പരിഗണിക്കണമല്ലോ. അങ്ങനെ ഫ്രൈഡേ സാറ്റർഡേ അവരും സെല് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ 6 ദിവസവും സെല്ലിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് 2 പ്ലാറ്റ്ഫോമിലായിട്ട് റീസെല്ലേഴ്സിലും ഓൺ ബ്രാൻഡിലുമായിട്ട് 62,000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ ജെന്യൂൻലി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ജോയിൻ ചെയ്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റും ക്വാളിറ്റിയും പക്കയാണെങ്കിൽ അവർക്ക് സെല്ലിംഗ് നടന്നിരിക്കും. ശരി സന്ധ്യ, ഒരു കാര്യം കൂടി, നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു മറുവശം ചിന്തിക്കുന്നത് ഇതെങ്ങാൻ പൊട്ടിപ്പോയാൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് തകർന്നു പോയാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് നിങ്ങൾ അവരെ സഹായിക്കുന്നത്? എന്ന് വെച്ചാൽ ഒരാള് ബിസിനസ് തുടങ്ങാനായിട്ട് മടിക്കുന്നത്, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയല്ലോ മാസ്റ്റർ ഡിഗ്രി ഉള്ള ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതായത് ഇവർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഇവർക്കിപ്പോൾ നമ്മളുടെ ഒരു കൾച്ചർ എത്ര പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലെ ആക്ടിവിറ്റീസിൻ്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് വരിക എന്നതൊരു ഫാക്റ്റാണ്.
കാരണം അങ്ങനെ ഒരു കൾച്ചറിലാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നേക്ക് വെച്ചാലാണ് കൂടുതൽ സ്ത്രീകളെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ കംഫർട്ട് സോണിൽ ഇരുന്ന് അവരവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇവർക്ക് വർക്ക് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ചിലപ്പോൾ 0 ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഇപ്പോൾ അതുവരെ ഒരു വരുമാനം ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് എന്ന് വിചാരിക്കും. 2 വിഭാഗം ചെയ്യുന്നുണ്ട് ബിസിനസ്. ഒന്ന്, ഒരു ജോലിയോടൊപ്പം സൈഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 2, 0 ജോബാണ്, വീട്ടിലിരിക്കുകയാണ്, സൈഡായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിൻ്റെ കൂടെ സൈഡായിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ 2 കൂട്ടരാണെങ്കിലും 0 ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പരീക്ഷണം നടത്താൻ ലോകത്തെങ്ങും സ്ഥലം ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ ഒരുപാട് എന്താ പറയുക വെബ്സൈറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈവൻ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആൾക്കാരുടെ നമ്പർ എടുത്തിട്ട് മാസം 1000 തരൂ, ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാം, 2000 തുടങ്ങുന്ന ഒരാൾക്ക് ആകെ 1000 ആയിരിക്കും കിട്ടുന്നത്. അത് വെബ്സൈറ്റ്സിന് കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ്. അപ്പോൾ നമുക്ക് എന്തും ട്രയൽ റൺ ചെയ്യാം. ഇപ്പൊ ക്യൂബീജിൽ കുറച്ചൊരു 5000 രൂപ കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ ഒരു 500 രൂപ കിട്ടി, അതിലൊരു 10 കമ്മല് വാങ്ങിച്ച് ഇവർക്ക് ട്രയൽ റൺ ചെയ്യാൻ ഒരു ഇടം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന റിയൽ സ്ത്രീ ശാക്തീകരണമൊക്കെ പോസിബിൾ ആവുള്ളൂ. അല്ല നമ്മൾ വാചകത്തിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇടമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവരുടെ കയ്യിൽ 10 രൂപയാണ്, 20 രൂപയാണ്, എത്ര രൂപയാണോ ഉള്ളത് അതിന് പറ്റുന്ന സാധനം കൊണ്ടുവന്ന് ഇവര് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് ട്രയൽ റൺ ചെയ്യാം. അപ്പൊ പിന്നെ നമ്മൾക്ക് തോറ്റുപോയാലും നമ്മൾക്ക് ഒരു സങ്കടമില്ല, നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോയിന്നോ അങ്ങനെയുള്ളൊരു ഫീലിന്റെ ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ തോറ്റുപോകും എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എങ്കിലും നമ്മൾ പറയാണ്, അങ്ങനെ ഒരു പേടി കൊണ്ട് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രയൽ റണ്ണിന് ക്യൂബിജിയിലേക്ക് സ്വാഗതം. ശരി, സന്ധ്യ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ഞാനൊരു ചോദ്യം ഉണ്ടാക്കാം. എനിക്ക് തോന്നിയതൊരു ചോദ്യം, നേരത്തെ പറഞ്ഞ സ്ത്രീകൾ നമ്മൾ വളർന്നു വന്നൊരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞത് എക്സാക്ട്ലി അത് കറക്റ്റാണ്. കാരണം നമ്മളിനി എന്ത് ചെയ്യുന്നു, ഏത് വലിയ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും വീട്ടിലെ ഒരു 90% കാര്യം നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ബാക്കി 10%-ലായിരിക്കും നമ്മുടെ ജോലി ചെയ്യേണ്ടത്, അത് ഏത് വലിയ ജോലിയാണെങ്കിലും. അങ്ങനെ വരുമ്പോൾ പേഴ്സണലി ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ല. 3000-ഓളം സംരംഭകരെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കാടടച്ച് വെടിവയ്പ് അല്ലാതെ പ്രത്യേകിച്ച് പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആളുകളിലേക്ക് അത് കൂടുതലായി എത്തും. അങ്ങനെ തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു എക്സിബിഷൻ ഒരു കുട്ടി വന്നിട്ട് അത് തലേദിവസം എനിക്ക് മെസ്സേജ് അയക്കാണ്, അമ്മായിയപ്പൻ സ്റ്റോക്ക് എല്ലാം എടുത്ത് ആക്രിക്കാർക്ക് കൊടുത്തു, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ അത്രയും സ്വപ്നം തുടങ്ങി പറയുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നുണ്ട്, അത്രയും ഇഷ്ടത്തോടെ ഞാൻ ഉണ്ടാക്കിയ അച്ചാറ് കാട്ടിക്കളഞ്ഞു, എനിക്ക് വരാൻ പറ്റുന്നില്ല, ഇത് എൻ്റെ പ്രോഡക്ട്സ് ഒന്ന് വിറ്റ് തരുമോ, ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തത്, ഏതെങ്കിലും സ്റ്റോളിൽ വെച്ച് എനിക്ക് അങ്ങനെ സെല്ല് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് പുരോഗമനം പറയുമ്പോഴും 50% ഇപ്പോഴും സ്ട്രഗിളിൽ തന്നെയാണ്. അല്ലെങ്കിൽ 50% ഇപ്പോഴും എന്താ പറയുക, അവർക്ക് കിട്ടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാനും പോലും കഴിയാത്ത. ഇപ്പോൾ എനിക്കൊരു സ്വപ്നം കാണണമെങ്കിൽ എനിക്ക് സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കാനുള്ളൊരു കപ്പാസിറ്റി എങ്കിലും വരണ്ടേ. നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം, നീ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആലോചന പോലും വരില്ല. അത് അവരുടെ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല, അവരുടെ തെറ്റല്ല. ഇനി ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് അങ്ങനെ മുന്നേക്ക് വരാൻ പറ്റും എന്നതും ഒരു ചോദ്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ വന്ന് സംസാരിക്കാൻ പറ്റുന്നത് എന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ, എനിക്ക് എപ്പോഴും നമ്മളൊരു സ്ത്രീ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡിൽ ആരോ ഒരാൾ, ഇതേ സ്വപ്നമുള്ള ഒരാൾ വീട്ടിലിരുന്നിട്ട് അവരുടെ സ്വപ്നങ്ങൾ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മായിയമ്മ നോക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ അമ്മ പണ്ട് കണ്ട ഒരു സ്വപ്നമായിരിക്കും ഞാനിപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മുടെ എക്സിബിഷൻസിലൊക്കെ നോക്കിയോ, 2800-ൽ പരം ആൾക്കാരുടെ കണക്ക് നമ്മൾ പറയുന്നുണ്ടല്ലോ, 50 പേരെ ഒരു എക്സിബിഷനിൽ കിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം ട്രാവൽ ചെയ്യാൻ പറ്റില്ല, എറണാകുളത്ത് നിന്ന് കാലിക്കറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, വീട്ടിൽ നിന്ന് പറ്റില്ല. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ബ്ലെസ്സിങ് ആണ് അതിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ. ഇപ്പൊ ഞാൻ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിൽ ഹസ്ബൻഡ് നോക്കും, ഹസ്ബൻഡ് നോക്കിയില്ലെങ്കിൽ അവളുടെ അച്ഛമ്മ നോക്കും. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വളർത്തുന്നതാണ്. ജനിക്കുമ്പോൾ തന്നെ, ജനിച്ചപ്പം മുതൽ എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യബോധമുണ്ട്. അപ്പൊ ഞാൻ അമ്മ 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 എന്നൊരു കൺസിഡറേഷൻ എൻ്റെ കുഞ്ഞിന് ഞാൻ കൊടുത്തിട്ടില്ല. അമ്മ ഇല്ലെങ്കിൽ അച്ഛൻ നോക്കൂട്ടോ, അല്ലെങ്കിൽ അച്ഛൻ ഇല്ലെങ്കിൽ അച്ഛമ്മ നോക്കൂട്ടോ എന്നുള്ളൊരു ഇത് നമ്മള് പരസ്പരം പറഞ്ഞുണ്ടാക്കേണ്ടതാണ്. അമ്മ എനിക്ക് ഇത്ര സ്വപ്നങ്ങളുണ്ട്, ഹസ്ബൻഡിനോട് പറയണേ എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നമുണ്ട്, കുഞ്ഞിനോടൊപ്പം എനിക്കിത് കൊണ്ടുപോകാൻ പറ്റണം. ഓക്കെ,
ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരുപക്ഷെ വിവാഹം കഴിക്കുമ്പോഴേ നിങ്ങൾ പറഞ്ഞോളൂ, അതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാനൊരു ആരോഗ്യ പ്രശ്നത്തോടു കൂടി വിവാഹം കഴിച്ച ഒരാളാണ്. വിവാഹം കഴിക്കുമ്പോൾ ഞാൻ ആളോട് പറഞ്ഞിരുന്നു എനിക്ക് ഒരുപാട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള ആരോഗ്യമുള്ള ആളല്ല, അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അപ്പൊ എന്നോട് നിൽക്കോ, എങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളില്ല. നമ്മൾ എക്സ്പെക്ടേഷൻസ് നമ്മളല്ലേ സെറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം നമ്മൾ എന്താ പറയാ മറ്റേ ഗ്ലോറിഫൈ ചെയ്ത കുറെ കൈയുള്ള സ്ത്രീ ഒരുപാട് ആക്ടിവിറ്റീസ് അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്താണോ അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ സന്ധ്യ എന്തായാലും മാറ്റം ഉണ്ടാവുന്നതാണ് എനിക്ക് സമയം പൂർണ്ണമാകുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. അത്രയും നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സംഘടന മുന്നോട്ട് പോകട്ടെ, കൂട്ടായ്മ ഇനിയും വളരട്ടെ, വലുതാകട്ടെ. നമുക്ക് വീണ്ടും കാണാം. എല്ലാ വിധത്തിലുള്ള ആശംസകളും. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി ന്യൂസ് 3 അറിവിലേക്ക് പോവാണ്. ഇനി നിങ്ങൾ തീർച്ചയായും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അറിവുകളാണ്. അറിയാം. ഈ അടുത്തിടെ നടന്ന പല കുറ്റകൃത്യങ്ങളിലും കുട്ടികൾ പ്രതികളാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കുട്ടികൾ ക്രിമിനലുകളായി വളരുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്. കുറ്റം ആരുടേതാണ്? വീട്ടിൽ നിന്ന് തന്നെയല്ലേ അവരുടെ സ്വഭാവ രൂപീകരണം തുടങ്ങേണ്ടത്? കുടുംബാന്തരീക്ഷം കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഇതേക്കുറിച്ച് സംസാരിക്കാൻ ചേരുന്നത് സൈക്കോളജിസ്റ്റായ സനിക കിഷോറാണ്. കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന സ്പീച്ച് ഷോർ മൾട്ടി ഡിസിപ്ലിനറി സെന്ററിലെ ബിഹേവിയർ തെറാപ്പിസ്റ്റ് കൂടിയാണ് സനിക കിഷോറിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വിഷയം ഇതാണ്: ഒരു പോസിറ്റീവ് ഫാമിലി എൻവയോൺമെന്റ് എത്രത്തോളം ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ ചുറ്റുപാട് നടക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കുട്ടിയുടെ ഏർലി ഇയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, മേജർ ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് നടത്തുന്നത്. ഒരു കുട്ടി നേരിടുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ ആ കുട്ടി എന്തൊക്കെ എക്സ്പീരിയൻസസ് ആണ് ആ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ അനുഭവിക്കുന്നത്, അത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ അത്രത്തോളം പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ്. ആ ഏർലി എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു കുട്ടി നമ്മൾ എങ്ങനെ ആ കുട്ടിയോട് ട്രീറ്റ് ചെയ്യുന്നു, ആ കുട്ടി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുന്നു, എങ്ങനെ ഇടപെടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടി എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ആ കുട്ടിയുടെ ബിഹേവിയറൽ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഡെവലപ്മെന്റിന് വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലവ്, സപ്പോർട്ട് ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എത്രത്തോളം ലവ്, സപ്പോർട്ട്, ഈ പറഞ്ഞ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുക, നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. അത് എത്രത്തോളം ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇമോഷൻസ് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാനും നല്ല ഗുഡ് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്യാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കുട്ടിക്ക് ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ സ്ട്രെസ്സും നെഗ്ലക്റ്റ് ഒക്കെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ അത്രത്തോളം നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കാൻ പോകുന്നത്. സോ നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ എന്തൊക്കെയാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമാണോ പാരന്റ്? അതായത് ഫുഡ്, ക്ലോത്ത്സ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ അത് മാത്രമാണോ? അതിലപ്പുറത്തേക്ക് നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്ന് കേൾക്കുന്ന അഗ്രഷൻ, വയലൻസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിലൊക്കെ ഒരു തടയിടാനായിട്ട് സാധിക്കും. അപ്പൊ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള സ്നേഹം, പരിഗണന, കെയർ, സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ ഫാമിലി മെമ്പേഴ്സ് പരസ്പരം എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, പരസ്പരം എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതും മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതൊക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് കുട്ടികൾ ലേൺ ചെയ്യുന്നതും പിന്നീട് മറ്റുള്ളവരിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നു, എങ്ങനെ നമ്മൾ എംപത്തിക്കലായിട്ട് സംസാരിക്കുന്നു, എങ്ങനെ നമ്മൾ മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുന്ന കാര്യങ്ങൾ, അതിലും നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. നമ്മുടെ ടോൺ, നമ്മുടെ ടോക്കിംഗ്, നമ്മുടെ ഭാഷ,
ഇതൊക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്യണം. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ് നമുക്ക് പറയാം. അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഒബ്സർവ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പാരന്റിങ്ങിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാരന്റിങ് എന്ന് പറയുന്നത് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് മാത്രമല്ല, നമ്മൾ പ്രസന്റ് ആയിരിക്കുക, ബീങ് പ്രസന്റ് എന്ന് പറയുന്നത്. പ്രസന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലി മാത്രമല്ല ഇമോഷണലിയും കൂടി നമ്മൾ പ്രസന്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തില് പാരന്റ്സ് മോസ്റ്റ്ലി ജോബ് ഒക്കെ ചെയ്യുന്ന വർക്കേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വീട്ടിലെ വർക്കും കഴിഞ്ഞ് കുട്ടികളെ മാനേജ് ചെയ്യുന്ന ഒരു വളരെ ഷാവറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം. കുറേ പാരന്റ്സിന് അത് എന്താണ് പ്രശ്നം വരുന്നത് ആ ഒരു ഏരിയയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ എല്ലാം മാനേജ് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ എത്രത്തോളം കെയർ ചെയ്താൽ മാത്രമാണ്, ടേക്ക് കെയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുട്ടികളെയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പാരന്റ്സ് ഇമോഷണലിയും ഫിസിക്കലിയും കുട്ടികളുടെ കൂടെ ഇടപഴകുന്ന പാരന്റ്സിന്റെ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ചിട്ട് വളരെയധികം കോൺഫിഡന്റ് ആയിട്ടും വളരെയധികം സെക്യൂർ ആൻഡ് കോൺഫിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ അവർ സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങൾ അവരിൽ കാണപ്പെടുന്നു. അവരിൽ ആൻസൈറ്റി അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് എല്ലാം ധാരാളം കുറഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം നമ്മൾ പെർഫെക്റ്റ് പാരന്റ്സ് ആവണം എന്നാണ്? അല്ല, പെർഫെക്റ്റ് പാരന്റ്സ് എന്ന് ഇല്ല. അപ്പൊ പെർഫെക്റ്റ് പാരന്റ്സ് ആവാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ സ്മോൾ എഫേർട്സ് ലൈക്ക് അവരെ ഒന്ന് കേൾക്കുക, ജഡ്ജ്മെന്റ് കൂടാതെ ഒന്ന് കേൾക്കുക, അവരുടെ ലോകത്ത് നമ്മളൊരു ഇൻട്രസ്റ്റ് കാണിക്കുക, ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല വ്യക്തികളായിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. നമുക്ക് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വളർത്തിയെടുക്കുക, അത് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടാകുമ്പോഴും വീട്ടിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഫീൽ ചെയ്യുമ്പോഴും ഫാമിലി മെമ്പേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി അത് അവരുടെ സെൽഫ് ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരാക്കി തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു സനിക. എന്തായാലും ഈ ഇടയ്ക്ക് വരുന്ന വാർത്തകളെല്ലാം കാണുമ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ള വലിയ ആധി മാതാപിതാക്കൾക്കുണ്ട്. അതിന് എങ്ങനെ എന്നുള്ളതിനൊരു മറുപടിയാണ് സനിക നൽകിയത്. എന്തായാലും ന്യൂസ് 3യുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥിയും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.